വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് ആരംഭിക്കാൻ പോവാണ്. സോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിക്വസ്റ്റ് ആണ് ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സ്റ്റഡി മെറ്റീരിയൽ വളരെ ലെങ്തി ആണ്. ദെൻ അതിന്റെ പ്രസന്റേഷനും വളരെ പുവർ പ്രസന്റേഷനാണ്. സോ പഠിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യൂ എന്ന് ഒരുപാട് കുട്ടികൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തതാണ്. എല്ലാവരുടെയും ആവശ്യപ്രകാരം ആദ്യത്തെ എക്സാം MCOM തേർഡ് സെമസ്റ്ററിന്റെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഷോർട്ട് നോട്ട് നമ്മൾ മൊത്തത്തിലുള്ളത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാ മൊഡ്യൂളും പ്രോപ്പറായിട്ട്, എല്ലാ ബ്ലോക്കുകളും പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. ഷോർട്ട് നോട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് സബ്ജക്റ്റിൽ ടോട്ടൽ വരുന്നത് ഏകദേശം 156 174 പേജ് ഉണ്ട് ടോട്ടൽ എല്ലാതും കൂടിയിട്ട്. ഇത് നമ്മൾ ജസ്റ്റ് 36 പേജസിൽ ഷോർട്ട് നോട്ടാക്കി വെച്ചിരിക്കുകയാണ്. പഠിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണം, സ്റ്റഡി മെറ്റീരിയൽ നോക്കണം, ബട്ട് അത് ആ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ദെൻ റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനും അവസരമുണ്ട്. ദെൻ അത് മാത്രമല്ല നോട്ട്സ് അവൈലബിൾ ആണ്. ദെൻ അസൈൻമെന്റ് സപ്പോർട്ട് അവൈലബിൾ ആണ്. അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് നോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാതും കാണിച്ചു തരുന്നുണ്ട്. ടോട്ടൽ 36 പേജസും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും ഇതും വെച്ച് കമ്പയർ ചെയ്യുക, ഏത് രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കണ്ടോ, ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു മീനിങ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ഇത്രത്തോളം എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ വായിച്ചു പോകണം നിങ്ങൾക്ക്, അല്ലേ? ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ്, അല്ലേ? ഇത്രത്തോളം ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓരോ പോയിന്റുകൾ ഈ രീതിയിലുണ്ട്. അപ്പം നമ്മളത് നീഡ്സ് ആണെങ്കിലും കണ്ടോ ഈ രീതിയിലല്ലേ. ഇത് നമ്മൾ വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു ഷോർട്ട് നോട്ടാണിത്. കണ്ടോ ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്. കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, മീനിങ് കണ്ടോ, ഡെഫിനിഷൻ, സേവിങ്സ് വേഴ്സസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റർ ആരാണ്, കീ എലമെൻറ്റ്സ്, കറക്റ്റ് സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഓർഡറിൽ തന്നെയാണ് പ്രിപ്പറേഷൻ. ദെൻ ഒബ്ജക്റ്റീവ്സ്, അത് പഠിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഓരോ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നീഡ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടോ ഈ രീതിയിൽ അതിനെ റിട്ടേൺ ആൻഡ് റിസ്ക് പോളിസി സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാം. ഞാൻ ഈ ഓർഡറിൽ തന്നെയാണ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ ഉണ്ട്. അതിൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെ. സ്പെക്കുലേറ്റേഴ്സ് ആരൊക്കെയാണ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഷോർട്ടാക്കിയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻവെസ്റ്റർ ബയാസസ് ആണ് യൂണിറ്റ് നമ്പർ 2. സോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ബിഹേവിയറൽ ഫിനാൻസ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ്, കീ കോൺട്രിബ്യൂട്ടേഴ്സ്, ഫങ്ഷണൽ കൺസെപ്റ്റ്, ദെൻ അതിൻ്റെ പോയിൻറ്റ്സ്, ഹ്യൂറിസ്റ്റിക്സ്, ഈ രീതിയിലാണ്. ദെൻ ബയാസസ് ഏതൊക്കെയാണെന്നുള്ളത് സമ്മപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ സെക്കൻഡ് യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് സെറ്റ് ലൊക്കേഷൻ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് നമ്പർ 3. അതിൻ്റെ പോയിൻറ്റ്സ് കണ്ടോ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, ഓരോന്നിനെ പറ്റിയിട്ടുള്ളത് സിംപ്ലിഫൈ ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിന്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിങ്ങനെ ആ പോയിൻറ്റ്സ് പെട്ടെന്ന് റിമെമ്പർ ചെയ്യാനൊക്കെ സഹായിക്കും ഇങ്ങനെ കിട്ടുമ്പോഴേ. അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ.
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വർക്ക് ചെയ്യണവരൊക്കെയാണ്. അപ്പോൾ ആർക്കും മുഴുവനായിട്ട് ഇങ്ങനെ വായിക്കാൻ ടൈമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഷോർട്ട് നോട്ട് തരുമെന്ന് ചോദിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. SIP, SWP, ULIP ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ, സോവറിൻ ഗോൾഡ് ബോണ്ട്, അതിൻ്റെ ഡിഫറൻസ്, യൂണിറ്റ് നമ്പർ 3 ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോണു. ഇനി നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 4 ആണ്. ബ്ലോക്ക് നമ്പർ 1 മെഷർമെൻറ്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ആണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നു, റിസ്കിനെ പറ്റിയിട്ട്, ടൈപ്സ് ഓഫ് റിസ്കിനെ പറ്റിയിട്ട്, സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക്. ഞാൻ മൊത്തത്തിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം ഓരോ ചാപ്റ്ററുകൾ എങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എന്നിട്ടോ. VR ഫണ്ടമെൻ്റൽ അനാലിസിസ്. പിന്നെ നെക്സ്റ്റ് യൂണിറ്റ് ബ്ലോക്കിലെ യൂണിറ്റ് നമ്പർ 1 കേട്ടോ. ബ്ലോക്ക് നമ്പർ 2 AIC, ഇൻഡസ്ട്രി അനാലിസിസ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പോയിൻറ്റ്സ്. പിന്നെ ഇക്വേഷൻസ് ഒന്നും ഞാനതിൽ ഇട്ടിട്ടില്ല. ഇക്വേഷൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. പിന്നെ ടെക്നിക്കൽ അനാലിസിസ്, അതിൻ്റെ കൺസെപ്റ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിലാണ് ഓരോ കണ്ടോ. ആ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മീനിങ്ങുകളാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. ഡോ തിയറി, ഇതൊക്കെ ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, EMH, ദെൻ ബ്ലോക്ക് നമ്പർ 3 പോർട്ട്ഫോളിയോ അപ്രോച്ച്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, അതിൻ്റെ തിയറി കാര്യങ്ങൾ, പോർട്ട്ഫോളിയോ അനാലിസിസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ. ഞാൻ ഇക്വേഷൻസ് ഇട്ടിട്ടില്ല. ഇക്വേഷൻസ് നിങ്ങൾക്ക് അതിൽ നോക്കാം. പോർട്ട്ഫോളിയോ സിലക്ഷൻ, മാർക്കോവിറ്റ്സ്. ദെൻ ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് നമ്പർ 2 ആണ് നെക്സ്റ്റ്. അതിലെ കാര്യങ്ങൾ ഓരോ കണ്ടോ കറക്റ്റ് ഓർഡറിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അസറ്റ് പ്രൈസിങ് മോഡൽ, മൾട്ടി ഫാക്ടർ, CAPM, ഓക്കെ, ആർബിട്രേജ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ദെൻ യൂണിറ്റ് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1 ബ്ലോക്ക് നമ്പർ 4 നെക്സ്റ്റ് കേട്ടോ. പോർട്ട്ഫോളിയോ റിവിഷൻ ആണ് അതിലത്തെ കാര്യങ്ങൾ. കൺസ്ട്രെയിൻസ്, റിവിഷൻ സ്ട്രാറ്റജീസ്, ഫോർമുല പ്ലാൻസ്, ആൻഡ് ഫൈനലി നമുക്ക് ബ്ലോക്ക് നമ്പർ 4 യൂണിറ്റ് നമ്പർ 2 ലാസ്റ്റ് ഇവാലുവേഷൻ, നീഡ് ഫോർ പോർട്ട്ഫോളിയോ, ഓക്കെ, സെക്യൂരിറ്റി വ്യൂ, പോർട്ട്ഫോളിയോ വ്യൂ, ട്രെയിനേഴ്സ്. അപ്പം അങ്ങനെ ടോട്ടൽ 4 ബ്ലോക്കുകൾ ഷോർട്ട് നോട്ടാക്കിയിട്ട് ഒരു 36 പേജസിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷോർട്ട് നോട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ക്ലാസ്സും ഷോർട്ട് നോട്ടും അസൈൻമെൻറ്റും അതെല്ലാം കൂടിയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ അത് അവൈലബിൾ ആണ്. സോ ഷോർട്ട് നോട്ട് മാത്രമായിട്ട് വേണ്ടവർ അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ ക്ലാസ്, അസൈൻമെൻറ്റ് സപ്പോർട്ട്, ഷോർട്ട് നോട്ട് ഇതൊക്കെ കൂടിയിട്ടും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ആപ്പ് KCS ക്ലാസ്സസിൻ്റെ ആപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ കാരണം. യൂഷ്വലി ഞാൻ ഷോർട്ട് നോട്ടായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണത് കുറവാണ്. ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി പഠിക്കട്ടെ എന്ന് വെച്ചിട്ട്. ബട്ട് ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് ഇങ്ങനെ കൂടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തത് കേട്ടോ. ഇനി സ്മാർട്ട് സ്റ്റഡി വീഡിയോസിൽ ഓരോ പാർട്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.